ഹലോ ഗൈസ്, ദിസ് ഇസ് ഡോക്ടർ സദാം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ കണ്ണിന് ചുറ്റും കാണാൻ പറ്റാത്ത ഒരുപാട് പാർട്ടുകൾ. നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ആക്സസറി എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സാണ്. ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് നമ്മുടെ വാഹനങ്ങളിൽ ശരിയായ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാണാൻ അത് എന്താണ് നമ്മൾ മിസ്സാകുന്ന പോർഷൻസ്, അതായത് എന്തെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടായിട്ട് കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് കാണാനും പ്രോപ്പറായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും എന്നെ ഫോളോ ചെയ്യാൻ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും ആദ്യമേ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. സോ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഇതാണ് കാറുകളിൽ സാധാരണ വരുന്ന നമ്മുടെ സ്റ്റോക്ക് മിറേഴ്സ്, റിയർ വ്യൂ മിറേഴ്സ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ചില കാറുകളിൽ എന്താ പറയുക, ഇതിൻ്റെ ചിലപ്പോൾ ഒരു ചെറിയൊരു കോൺവെക്സ്ഡ് ആയിട്ടുള്ള ഒരു മിറർ ആയിരിക്കും, ചിലത് ഫ്ലാറ്റ് ആയിട്ടുള്ള മിറേഴ്സ് ആയിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള മിറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കുറച്ചുകൂടെ കുറവായിരിക്കും. കുറച്ച് കോൺവെക്സ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മിറർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എക്കോസ്പോർട്ടാണ്. ഇതിൻ്റെ ഒരു മിററിൽ ഇവിടെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു ലൈൻ കാണാം. ഈ ലൈൻ ഇപ്പുറത്തേക്കുള്ള പോർഷൻ കുറച്ച് കോൺവെക്സ് ടൈപ്പാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡ് ആംഗിൾ നമുക്ക് സൈഡിലേക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള മിററാണ്. ബട്ട് നമ്മൾ നോർമൽ വരുന്ന കാറുകൾക്ക്, ചില ഫ്ലാറ്റ് മിറേഴ്സ് ആയിട്ടുള്ള കാറുകൾക്കൊക്കെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട്, അതായത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരുപാട് വൈഡായിട്ടുള്ള പോർഷൻസും അതുപോലെ വണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന പോർഷൻസും ഒക്കെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ ബാക്ക് സൈഡിൽ ഒരു റൈറ്റ് കോർണറിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് കോർണറിലോ ഒരു ബാക്ക് സൈഡിൽ ഒരു വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെയുള്ള ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു മിറർ ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഞാനിപ്പം ഈ ഒരു മിറർ ഊരിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്തതാണ്. ഈ ഒരു മിറർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. സോ ഈ ഒരു പർട്ടിക്കുലർ മിററിൽ ആക്ച്വലി രണ്ട് മിറേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് മിറേഴ്സും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഒരു വലിയ മിററുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു സെക്ഷൻ മിററുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മിറർ ഞാൻ യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ ബാക്കിലത്തെ വീലും, അതായത് ബാക്കിലത്തെ വീൽ നമ്മൾ റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് താഴെ കാണാൻ പറ്റില്ല. വണ്ടിയുടെ ഈ ഒരു സ്ട്രെയിറ്റ് ആംഗിളുള്ള വ്യൂ കിട്ടും, ബട്ട് താഴേക്കുള്ള വ്യൂ കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മിറർ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, അതായത് കുറച്ച് താഴേക്ക് കുനിച്ച് വയ്ക്കും. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ മിറർ കുറച്ച് സൈഡിലേക്കും വൈഡാക്കി വയ്ക്കും. വൈഡാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ആംഗിളിലുള്ള ഒരു നല്ലൊരു വൈഡായിട്ട് റോഡിൻ്റെ ആക്ച്വലി നമ്മുടെ സൈഡും നമ്മുടെ റോഡിൻ്റെ വലതേ സൈഡും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് റോഡിൻ്റെ നമ്മുടെ ടയറിനോട് ചേർന്നിരിക്കുന്ന പോർഷൻസ് കാണത്തക്ക രീതിയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സാധാരണ വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മിറേഴ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മിററിൽ കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ടായിട്ടുള്ള സ്പോട്ടുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അകത്തുനിന്ന് കാണാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി ഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിറേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് 2-3 ടൈപ്പ്, അതായത് ഈ ഒരു ടൈപ്പ് കിട്ടും, പിന്നെ ഒരു സർക്കിളുള്ളൊരു മിറർ കിട്ടും, അതുപോലെ കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള സിംഗിൾ മിറർ കിട്ടും. അപ്പോൾ അത് ഏതൊക്കെ വണ്ടിക്ക് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മിറേഴ്സും ഈ ഒരു മിററിൻ്റെ ആ ക്യാപ്പും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മൗണ്ടിലുള്ള മിറേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിക്സിംഗ് ആണ്. ഇതിൻ്റെ അടിയിലൊരു 3Mൻ്റെ സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഏത് പർട്ടിക്കുലർ പോർഷനിലാണോ വേണ്ടത് അവിടത്തേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ആംഗിൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ഒരു മിറർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു മിറർ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. വേറെ സ്ക്രൂവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ DIY ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ആ ഒരു സേഫ്റ്റി ആണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അടിപൊളി ഒരു ആക്സസറിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.